നമ്മൾ പഠിക്കാൻ പോകുന്നത് കം ടുഗദർ എന്ന ഒരു ഫ്രേസൽ വേർബ് എങ്ങനെ ഉപയോഗിക്കും എന്നാണ്. ഡിഫറെൻ്റ് മീനിങ്സ് ഉള്ള ഒരു ഫ്രേസൽ വേർബ് ആണ് കം ടുഗദർ. കം ടുഗദർ എന്ന ഫ്രേസൽ വേർബിന് ഡിഫറെൻ്റ് മീനിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒരു മീനിങ് ടു യുണൈറ്റ് ഓർ ഗ്യാദർ എന്നാണ്. ഒരുമിക്കുക, ഒത്തുകൂടുക എന്നർത്ഥം. പീപ്പിൾ ഫ്രം ഡിഫറെൻ്റ് കൾച്ചേഴ്സ് കം ടുഗദർ ടു സെലിബ്രേറ്റ് ദ ഫെസ്റ്റിവൽ. വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉത്സവം ആഘോഷിക്കാൻ ഒത്തുചേരാറുണ്ട് എന്ന മീനിങ് ആണ് ഇവിടെ കം ടുഗദർ. ദ കമ്മ്യൂണിറ്റി കെയിം ടുഗദർ ടു ഹെൽപ്പ് ദ ഫാമിലി ഇൻ നീഡ്. കെയിം ടുഗദർ, കം ടുഗദർ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കെയിം ടുഗദർ. സഹായം ആവശ്യമുള്ള കുടുംബത്തെ സഹായിക്കാൻ സമൂഹം ഒന്നിച്ചു, ഒരുമിച്ച് നിന്നു എന്ന മീനിങ് ആണ് അവിടെ. ടു യുണൈറ്റ് എന്ന മീനിങ്. ഇനി കം ടുഗദർ എന്ന ഫ്രേസൽ വേർബിന് ടു അസംബിൾ അതല്ലെങ്കിൽ ടു മീറ്റ് എന്ന മീനിങ് ഉണ്ട്. ദ ടീം വിൽ കം ടുഗദർ ടു ഡിസ്കസ് ദ പ്രോജക്റ്റ് പ്ലാൻ. പ്രോജക്റ്റ് പ്ലാനിനെ പറ്റി ചർച്ച ചെയ്യാൻ ടീം ഒത്തുകൂടും അല്ലെങ്കിൽ അസംബിൾ ചെയ്യും എന്നാണ് മീനിങ്. ദ ഫാമിലി കെയിം ടുഗദർ ഫോർ എ റീയൂണിയൻ ആൻഡ് ഷെയർഡ് ഓൾഡ് മെമ്മറീസ്. കുടുംബം ഒത്തുചേരുകയും പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇവിടെയും അസംബിൾ ചെയ്യുക എന്ന മീനിങ് ആണ്. കം ടുഗദർ എന്ന ഫ്രേസൽ വേർബിന് ടു ഫിറ്റ് ഓർ ജോയിൻ എന്ന മീനിങ് ഉണ്ട്. The puzzle pieces finally came together, revealing the beautiful picture. പസിൽ പീസസ് ഒടുവിൽ ഒത്തുചേർന്ന് മനോഹരമായ ഒരു ചിത്രം വെളിപ്പെടുത്തി. മനോഹരമായൊരു ചിത്രം ഉണ്ടായി. എല്ലാ പസിൽ പീസസും ജോയിൻ ചെയ്തു എന്നുള്ള മീനിങ് ആണ്. ഫിറ്റ് അല്ലെങ്കിൽ ജോയിൻ എന്ന മീനിങ് ആണ് അവിടെ. The two companies came together to form a successful partnership. വിജയകരമായ ഒരു പങ്കാളിത്തം രൂപപ്പെടുത്തുന്നതിനായി രണ്ട് കമ്പനികളും ഒന്നിച്ചു, ജോയിൻ ചെയ്തു എന്ന മീനിങ് ആണ് അവിടെ. ദ ടു കമ്പനീസ് കെയിം ടുഗദർ ടു ഫോം എ സക്സസ്ഫുൾ പാർട്ട്ണർഷിപ്പ്.